ആ അമ്മയുടെ ചിത്രത്തിൽ ഈശോ ഇങ്ങനെ കാൽപാദത്തിൽ നിന്ന് ചെരുപ്പ് ഏതാണ്ട് അഴിഞ്ഞ രീതിയിൽ നെഞ്ചോട് ചേർന്ന് പേടിച്ച് ഭയന്ന് നിൽക്കുന്ന ഒരു ഭാവം. പരിശുദ്ധ അമ്മ ഈശോയെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. വലത് കരത്തിൽ, പരിശുദ്ധ അമ്മയുടെ വലത് കരത്തിൽ ഉണ്ണീശോ 2 കൈകളും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ കൈകളിങ്ങനെ നോക്കിയാൽ അറിയാം, 2 കൈകളും ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴും പരിശുദ്ധ അമ്മ തൻ്റെ കൈ കൊണ്ട് ഉണ്ണീശോയുടെ കരം ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ടില്ല, മറിച്ച് കൈ ഇങ്ങനെ നിവൃത്തിയാണ് വെച്ചിരിക്കുന്നു. നിവൃത്തി വെച്ചുകൊണ്ട് കാണിക്കുന്ന ഒരു ഭാവം എന്ന് പറയുന്നത്, എല്ലാവരും പരിശുദ്ധ അമ്മയിലേക്ക് നോക്കുമ്പോൾ അമ്മ പറയുന്നു, എന്നിലേക്കല്ല നോക്കേണ്ടത്, എന്നിലേക്കല്ല നിന്റെ ശ്രദ്ധ തിരിയേണ്ടത്, മറിച്ച് എൻ്റെ മകനായ ഈശോയിലേക്കാണ്. ഞാൻ സഹരക്ഷക മാത്രമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ തലയ്ക്ക്, പരിശുദ്ധ അമ്മയുടെ ശിരോവസ്ത്രത്തിൽ 2 നക്ഷത്രങ്ങളുണ്ട്. ഒന്ന് ബത്ലഹേമിൽ ഉദിച്ച നക്ഷത്രത്തിന്റെ ഒരു പ്രതീകം, മറ്റൊന്ന് ഒരു കുരിശാകൃതിയിലൊരു നക്ഷത്രമുണ്ട്. ഞാൻ എൻ്റെ മകനായ ഉണ്ണീശോയോടുകൂടെ സഹരക്ഷകയായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞാൻ സഹരക്ഷക മാത്രമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. പ്രിയമുള്ളവരെ, ഇരുവശങ്ങളിലുമുള്ള ഗബ്രിയേൽ മാലാഖയും മിഖായേൽ മാലാഖയും അവരുടെ കൈകളിലുള്ള പീഡാസഹനത്തെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നീർപ്പഞ്ഞി, വിനാഗിരി, കുന്തം, കുരിശ്, ആണികൾ. ഇത് കണ്ടിട്ട് തെല്ലൊരു ഭയത്തോടെ ഓടി അമ്മയുടെ അടുക്കിലേക്ക് വരിക. കാലിൽ നിന്ന് ചെരുപ്പ് താഴേക്ക് പോകുന്നുണ്ട്. അത് ഒരു പ്രതീകാത്മകമാണ്. പരിശുദ്ധ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഉണ്ണീശോയിൽ ദൈവീകതയും മാനുഷികതയും ഉണ്ട് എന്നതിൻ്റെ ഒരു പ്രതീകം. പ്രിയമുള്ളവരെ, ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് പ്രതീകങ്ങളും ഒരുപാട് പ്രതീക്ഷകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ സംശയങ്ങളും ആശ്ചര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ടാകുമെങ്കിലും ഒക്കെ മറന്നു കളയുക ഒറ്റ കാര്യം മാത്രം: ഇതാ എൻ്റെ മകൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ആ രക്ഷയിൽ സഹായിക്കാൻ സഹരക്ഷകയായി ഞാനും നിങ്ങൾക്ക് മുമ്പിലുണ്ട്. പ്രിയമുള്ളവരെ, അമ്മയുടെ ആ ആഹ്വാനം നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. പ്രാർത്ഥിക്കാൻ നമുക്ക്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി, കാരുണ്യവാനായ കർത്താവെ, ഭയാശങ്കകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഭയാശങ്കകളിൽ തട്ടി താഴേക്ക് വീഴാതെ ആ ഭയാശങ്കകളെ നിന്റെ പ്രത്യേകമായ കൃപയാൽ തരണം ചെയ്ത് സ്വർഗോന്മുഖമായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈശോ മിശിഹായിക്കും സ്തുതിയായി.